എല്ലാവർക്കും ബുക്ക്ലെറ്റിൻ്റെ മറ്റൊരു മാരത്തോൺ സെക്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ന്യൂ SCERT 5 മുതൽ 10 ക്ലാസ് വരെയുള്ള കെമിസ്ട്രിയുടെ ചാപ്റ്റേഴ്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ശുദ്ധ പദാർത്ഥത്തിൻ്റെ അടിസ്ഥാന ഗുണങ്ങളെല്ലാം ഉള്ളതും സ്വതന്ത്രമായി നിലനിൽക്കാൻ കഴിയുന്നതും സ്ഥിരതയുള്ളതുമായ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്രകൾ. ജലം ഒന്നിലധികം ഘടകങ്ങൾ ചേർന്ന പദാർത്ഥമാണെന്ന് തെളിയിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. ഹൈഡ്രജൻ വാതകത്തെ ഓക്സിജനിൽ ലയിപ്പിച്ച് ജ്വലിപ്പിച്ച് നടത്തിയ പരീക്ഷണമായിരുന്നു ജലത്തിൻ്റെ ഘടകങ്ങളെക്കുറിച്ചുള്ള അറിവിലേക്ക് ശാസ്ത്രലോകത്തെ നയിച്ചത്. 1806 സർ ഹംഫ്രി ഡേവി ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഘടിപ്പിക്കാൻ കഴിയുമെന്ന് കണ്ടെത്തി. ജലം ഒന്നിലധികം ഘടകങ്ങൾ ചേർന്ന പദാർത്ഥമാണെന്ന് തെളിയിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. ഹൈഡ്രജൻ വാതകത്തെ ഓക്സിജനിൽ ജ്വലിപ്പിച്ച് നടത്തിയ പരീക്ഷണമായിരുന്നു ജലത്തിൻ്റെ ഘടകങ്ങളെക്കുറിച്ച് അറിവ് ശാസ്ത്രലോകത്തിൽ എത്തിച്ചത്. സർ ഹംഫ്രി ഡേവി 1806 ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അത് ഹൈഡ്രജനും ഓക്സിജനുമായി വിഘടിക്കുമെന്ന് കണ്ടെത്തി. പദാർത്ഥങ്ങളെ വിഭജിക്കുമ്പോൾ ലഭിക്കുന്നതും പദാർത്ഥത്തിൻ്റെ അടിസ്ഥാന ഗുണങ്ങൾ ഉള്ളതുമായ ഏറ്റവും ചെറുതുമായ കണമാണ് തന്മാത്രകൾ. തന്മാത്രകളെ വിഭജിക്കുമ്പോൾ ആറ്റങ്ങൾ ലഭിക്കുന്നു. തന്മാത്രകൾ നിർമ്മിച്ചിരിക്കുന്നത് അതിസൂക്ഷ്മങ്ങളായ ആറ്റങ്ങൾ കൊണ്ടാണ്. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണ്. വിഭജിക്കാൻ കഴിയാത്ത എന്നർത്ഥമുള്ള ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആറ്റം എന്ന വാക്കുണ്ടായത്. ഇതൊരു ഗ്രീക്ക് പദമാണ്. എല്ലാ പദാർത്ഥങ്ങളും അവിഭാജ്യമായ സൂക്ഷ്മകണങ്ങളായ ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് എന്ന സിദ്ധാന്തം ഡെമോക്രിറ്റസ് മുന്നോട്ട് വച്ചു. ആറ്റത്തിൻ്റെ സ്വഭാവത്തെ വിശദീകരിക്കുന്നതിനായി 1807 ജോൺ ഡാൾട്ടൺ അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചു. 1807 ജോൺ ഡാൾട്ടൺ അറ്റോമിക സിദ്ധാന്തം. ഡാൾട്ടൻ്റെ ആറ്റം സിദ്ധാന്തം ആധുനിക രസതന്ത്രത്തിലെ പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങളിലൊന്നാണ്. ഡാൾട്ടൺ മുന്നോട്ട് വെച്ച ആശയങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ സാധ്യമല്ല. ആറ്റത്തെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയില്ല. ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം വലുപ്പത്തിലും ഗുണത്തിലും മാസിലും ഒരുപോലെയായിരിക്കും. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വലുപ്പത്തിലും ഗുണത്തിലും മാസിലും വ്യത്യാസമുള്ളവ ആയിരിക്കും. തന്മാത്രയും ഒരു തന്മാത്രയിലെ ആറ്റങ്ങളും. അമോണിയ നൈട്രജൻ്റെ ഒരാറ്റം, ഹൈഡ്രജൻ്റെ 3 ആറ്റങ്ങൾ. ഓക്സിജൻ്റെ 2 ആറ്റങ്ങൾ. ക്ലോറിൻ്റെ 2 ആറ്റങ്ങൾ. മീഥേൻ കാർബണിൻ്റെ ഒരാറ്റവും ഹൈഡ്രജൻ്റെ 4 ആറ്റവും. ഹൈഡ്രജൻ്റെ 2 ആറ്റങ്ങൾ. കാർബൺ ഡയോക്സൈഡ് കാർബണിൻ്റെ ഒരാറ്റവും ഓക്സിജൻ്റെ 2 ആറ്റവും. ഒരേ ഇനം ആറ്റങ്ങൾ കൊണ്ട് മാത്രം നിർമ്മിതമായ ശുദ്ധ പദാർത്ഥമാണ് മൂലകങ്ങൾ. ഇവയെ രാസപ്രവർത്തനത്തിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ കഴിയില്ല. 2 അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ രാസപ്രവർത്തനത്തിലൂടെ ഒരു നിശ്ചിത അനുപാതത്തിൽ ചേർന്നുണ്ടാക്കുന്ന ശുദ്ധ പദാർത്ഥങ്ങളാണ് സംയുക്തങ്ങൾ. ഇവയെ രാസപ്രവർത്തനത്തിലൂടെ ഘടകമൂലകങ്ങളാക്കി മാറ്റാൻ കഴിയും. മൂലകങ്ങളെ രാസപ്രവർത്തനത്തിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ കഴിയില്ല. എന്നാൽ സംയുക്തങ്ങളെ ഘടകമൂലകങ്ങളാക്കി മാറ്റാൻ കഴിയും. അക്ഷരങ്ങൾ ഉപയോഗിച്ച് മൂലകങ്ങളെ സൂചിപ്പിക്കുന്ന ആധുനിക പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ചത് ബെർസീലിയസ് ആണ്. ആധുനിക പ്രതീക സമ്പ്രദായം ബെർസീലിയസ്. ആധുനിക ആവർത്തന പട്ടികയിൽ 118 മൂലകങ്ങളാണുള്ളത്. ഇവയിൽ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ മൂലകങ്ങളുണ്ട്. ഓരോ മൂലകങ്ങളും അവയുടെ സംയുക്തങ്ങളെയും കുറിച്ച് പ്രത്യേകമായി പഠിക്കുക പ്രയാസകരമാണ്. മൂലക വർഗീകരണത്തിനുള്ള ആദ്യകാല ശ്രമങ്ങൾ നടത്തിയവരിൽ ഒരാളാണ് ലാവോസിയ. അദ്ദേഹം അന്ന് അറിയപ്പെട്ടിരുന്ന മൂലകങ്ങളെ ലോഹങ്ങൾ, അലോഹങ്ങൾ എന്നിങ്ങനെ 2ആയി തിരിച്ചു. ഡൊബറൈനർ മൂലകങ്ങളെ സമാന ഗുണങ്ങളുള്ള 3 എണ്ണം വീതമുള്ള ഗ്രൂപ്പുകളാക്കി തിരിച്ചു. ഈ ഗ്രൂപ്പുകളെ ത്രികങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടു. ത്രികങ്ങളിൽ മധ്യത്തിലുള്ള മൂലകത്തിൻ്റെ ആറ്റോമിക മാസ്
മറ്റ് രണ്ട് മൂലകങ്ങളുടെ ആറ്റോമിക മാസിൻ്റെ ഏകദേശം ശരാശരിയാണ്. എന്നാൽ ഏതാനും മൂലകങ്ങളെ മാത്രമേ ഈ രീതിയിൽ വർഗീകരിക്കാൻ കഴിഞ്ഞുള്ളൂ. മൂലകങ്ങളെ ആറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിക്കുമ്പോൾ എട്ടാമത് വരുന്ന ഓരോ മൂലകവും ഗുണങ്ങളിൽ ആദ്യത്തേതിൻ്റെ ആവർത്തനമാണെന്ന് ന്യൂലാൻഡ് കണ്ടെത്തി. ഇതിനെ സംഗീതത്തിലെ സപ്തസ്വരങ്ങളുമായി അദ്ദേഹം താരതമ്യം ചെയ്തു. ഈ വർഗീകരണം അഷ്ടക നിയമം എന്ന് അറിയപ്പെട്ടു. കൂടുതൽ മൂലകങ്ങൾ കണ്ടെത്തിയതോടെ എല്ലാ മൂലകങ്ങളെയും ഇത്തരത്തിൽ ക്രമീകരിക്കാനാവില്ല എന്ന് മനസ്സിലായി. മെൻഡലീഫ് എന്ന ശാസ്ത്രജ്ഞൻ അതുവരെ അറിയപ്പെട്ടിരുന്ന 63 മൂലകങ്ങളെ അവയുടെ ആറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിച്ച് ഒരു പട്ടിക തയ്യാറാക്കി. ഇങ്ങനെ തയ്യാറാക്കിയപ്പോൾ ഒരേ സ്വഭാവമുള്ള മൂലകങ്ങൾ കൃത്യമായ ഇടവേളകളിൽ ആവർത്തിക്കുന്നതായി കണ്ടെത്തി. ആറ്റങ്ങൾ അതിസൂക്ഷ്മ കണങ്ങളായ വിഭജിക്കാൻ കഴിയാത്ത കണങ്ങളാണെന്ന് ആദ്യകാലത്ത് കരുതിപ്പോന്നത്. എന്നാൽ പിന്നീട് ഇവ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നീ ചെറുകണങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് എന്നൊരു കേന്ദ്രമുണ്ട്. വളരെ വലുപ്പം കുറഞ്ഞ ഈ ന്യൂക്ലിയസിലാണ് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും കാണപ്പെടുന്നത്. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിനു ചുറ്റും കാണപ്പെടുന്നു. പ്രോട്ടോണുകളുടെ ചാർജ് പോസിറ്റീവും ഇലക്ട്രോണുകളുടെ ചാർജ് നെഗറ്റീവുമാണ്. ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം അതിൻ്റെ ആറ്റോമിക നമ്പറായി പരിഗണിക്കുന്നു. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം അതിൻ്റെ ആറ്റോമിക നമ്പറായിട്ട് പരിഗണിക്കുന്നു. പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ് മാസ് നമ്പർ. പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ് മാസ് നമ്പർ. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം ഇലക്ട്രോണുകളുടെ എണ്ണത്തിന് തുല്യമായിരിക്കും. അതായത് പ്രോട്ടോണുകളുടെ എണ്ണവും ന്യൂട്രോണുകളുടെ എണ്ണവും ആറ്റോമിക നമ്പറും ഒന്ന് തന്നെയാണ്. മെൻഡലീഫിൻ്റെ ആവർത്തന നിയമം. മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങൾ അവയുടെ ആറ്റോമിക മാസിൻ്റെ ആവർത്തന ഫലങ്ങളാണ്. ആധുനിക ആവർത്തന പട്ടികയിലെ വിലങ്ങനെയുള്ള നിരകളെ പിരീഡുകൾ എന്നും കുത്തനെയുള്ള വരികളെ ഗ്രൂപ്പുകൾ എന്നും വിളിക്കാം. ഗ്രൂപ്പുകളിലെ മൂലകങ്ങൾ രാസസ്വഭാവങ്ങളിൽ സമാനത പ്രകടിപ്പിക്കുന്നു. ആറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിലാണ് മൂലകങ്ങളെ വർഗീകരിച്ചത്. അറിയപ്പെടാതിരുന്ന മൂലകങ്ങൾക്കായുള്ള കളങ്ങൾ ഒഴിച്ചിടുകയും അവയുടെ ഗുണങ്ങൾ പ്രവചിക്കുകയും ചെയ്തു. സമാന ഗുണങ്ങളുള്ള മൂലകങ്ങൾ ഒരേ ഗ്രൂപ്പിൽ വരത്തക്ക വിധം വർഗീകരിച്ചത് മൂലകങ്ങളുടെയും അവയുടെ സംയുക്തങ്ങളെയും കുറിച്ചുള്ള പഠനം എളുപ്പമാക്കി. ആറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമം എല്ലായിടത്തും കൃത്യമായി പാലിക്കപ്പെടുന്നില്ല. ഹൈഡ്രജന് കൃത്യമായ സ്ഥാനം നൽകുവാനും കഴിഞ്ഞില്ല. ഗുണങ്ങളിൽ വളരെയധികം വ്യത്യാസമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തേണ്ടി വന്നു. ഇതെല്ലാം മെൻഡലീഫിൻ്റെ ആവർത്തന പട്ടികയുടെ സവിശേഷതകളാണ്. മെൻഡലീഫ് 1869 ആവർത്തന പട്ടിക രൂപീകരിച്ചപ്പോൾ ആറ്റത്തിൻ്റെ ഘടനയെക്കുറിച്ചോ അതിലെ മൗലിക കണങ്ങളെക്കുറിച്ചോ കൂടുതൽ അറിവുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് പുതിയ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളുടെ ഗുണങ്ങൾ ആറ്റോമിക നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് ഹെൻറി മോസ്ലി കണ്ടെത്തി. ഇതനുസരിച്ച് അദ്ദേഹം രൂപകൽപ്പന ചെയ്ത ആവർത്തന പട്ടികയാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ആധുനിക ആവർത്തന പട്ടിക അഥവാ മോഡേൺ പീരിയോഡിക് ടേബിൾ. ബോർ ആറ്റം മാതൃക. ബോർ മാതൃക അനുസരിച്ച് ഓർബിറ്റുകൾക്ക് നിശ്ചിത ഊർജമുണ്ട്. അതിനാൽ അവ സ്ഥിര ഊർജ നിലയങ്ങൾ എന്നറിയപ്പെടുന്നു. എന്നാൽ ബോർ ആറ്റം മാതൃകയ്ക്ക് പരിമിതികളുണ്ട്. ലൂയി ദി ബ്രോയ് ദ്രവ്യത്തിന് തരംഗ സ്വഭാവമുണ്ടെന്ന് കണ്ടെത്തി. അതിസൂക്ഷ്മ കണങ്ങൾക്ക് ഈ തരംഗ സ്വഭാവം തള്ളിക്കളയാനാവാത്ത വിധം പ്രാധാന്യമർഹിക്കുന്നു. അതിനാൽ ഇലക്ട്രോണുകൾ കണികാ സ്വഭാവവും തരംഗ സ്വഭാവവും പ്രദർശിപ്പിക്കുന്നുവെന്ന് ശാസ്ത്രലോകം അംഗീകരിച്ചു. ഹെയ്സൻബെർഗിൻ്റെ അനിശ്ചിതത്വ സിദ്ധാന്തം അനുസരിച്ച് അതിവേഗത്തിൽ ചലിക്കുന്ന ഇലക്ട്രോണിനെ പോലെ ഒരു സബ് ആറ്റോമിക കണികയുടെ സ്ഥാനവും പ്രവേഗവും ഒരേ സമയം കൃത്യതയോടെ നിർണ്ണയിക്കാൻ സാധ്യമല്ല. അതായത് തരംഗ കണിക ദ്വൈത സ്വഭാവം, അനിശ്ചിതത്വ സിദ്ധാന്തം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു നിശ്ചിത ഓർബിറ്റിൽ ചലിക്കുന്ന കണമായി മാത്രം ഇലക്ട്രോണിനെ പരിഗണിക്കാൻ സാധ്യമല്ല. ദ്രവ്യത്തിൻ്റെ ദ്വൈത സ്വഭാവവും അനിശ്ചിതത്വ സിദ്ധാന്തവും പൊരുത്തപ്പെടുന്ന ആറ്റം മാതൃക ക്വാണ്ടം മെക്കാനിക്സിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു. ക്വാണ്ടം മെക്കാനിക്കൽ ആറ്റം മാതൃക അനുസരിച്ച് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകളെ കാണാൻ സാധ്യത പരമാവധിയുള്ള മേഖലകളുണ്ട്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകളെ കാണപ്പെടാൻ പരമാവധി സാധ്യതയുള്ള മേഖലകളാണ് ഓർബിറ്റുകൾ. ക്വാണ്ടം മെക്കാനിക്കൽ ആറ്റം മാതൃകയുടെ അടിസ്ഥാനത്തിൽ
ഓർബിറ്റലുകളുടെയും ഇലക്ട്രോണുകളുടെയും സവിശേഷത വിശദീകരിക്കാൻ സാധിക്കും. മെക്കാനിക്കൽ ആറ്റം മാതൃകയുടെ അടിസ്ഥാനത്തിൽ ഓർബിറ്റുകളുടെയും ഇലക്ട്രോണുകളുടെയും സവിശേഷതകൾ വിശദീകരിക്കാൻ ഉപയോഗിക്കുന്ന സംഖ്യകളാണ് ക്വാണ്ടം നമ്പറുകൾ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഷെല്ലുകൾ അഥവാ മുഖ്യ ഊർജ നിലയങ്ങളെ പ്രതിനിധീകരിക്കാൻ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അഥവാ n ഉപയോഗിക്കുന്നു. n-ന്റെ വിലകൾ 1, 2, 3, 4 എന്നിങ്ങനെയാണ്. അതായത് n=1 എന്നത് k ഷെല്ലിനെയും n=2 എന്നത് l ഷെല്ലിനെയും സൂചിപ്പിക്കുന്നു. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 1 kയും 2 lഉം 3 mഉം 4 nഉമാണ്. അസിമുതൽ ക്വാണ്ടം നമ്പർ ഓർബിറ്റലിന്റെ ത്രിമാന ആകൃതിയാണ് സൂചിപ്പിക്കുന്നത്. നിശ്ചിത ത്രിമാന ആകൃതിയിലുള്ളതും വ്യത്യസ്ത ദിശകളിലേക്ക് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളതുമായ ഓർബിറ്റലുകളെ ചേർത്ത് സബ് ഓർബിറ്റലുകളായിട്ട് പരിഗണിക്കുന്നു. ഓരോ ഷെല്ലുമായി ബന്ധപ്പെട്ട സബ്ഷെല്ലുകളെ പ്രതിനിധീകരിക്കുവാനും അസിമുതൽ ക്വാണ്ടം നമ്പർ ഉപയോഗിക്കുന്നു. സബ് ഷെല്ലുകളെ s, p, d, f എന്നീ പ്രതീകങ്ങൾ ഉപയോഗിച്ച് സൂചിപ്പിക്കാം. ഇവിടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 1-ൽ k ഷെല്ലിൽ s എന്ന സബ് സെൽ മാത്രമാണുള്ളത്. അത് l വരുമ്പോൾ s-ഉം p-യും, m വരുമ്പോൾ 3 സബ്ഷെല്ലുകൾ വരും s, p, d. n-ൽ 4 സബ്ഷെല്ലുകളാണ് വരുന്നത് s, p, d, f. സബ്ഷെല്ലുകളെ s, p, d, f എന്നീ പ്രതീകങ്ങൾ ഉപയോഗിച്ച് പ്രതിനിധീകരിക്കുന്നത് മൂലകങ്ങളുടെ ആറ്റോമിക ഘടനയുമായി ബന്ധപ്പെട്ട ചില സവിശേഷതകൾ സൂചിപ്പിക്കുന്ന വാക്കുകളിൽ നിന്നാണ്. s ഷാർപ്പ്, p പ്രിൻസിപ്പൽ, d ഡിഫ്യൂസ്, f ഫണ്ടമെന്റൽ. s സബ്ഷെല്ലിൽ കാണപ്പെടുന്ന ഒരേ ഒരു ഓർബിറ്റലിന്റെ ആകൃതി ഗോളാകൃതി ആണുള്ളത്. p സബ്സെല്ലിലെ 3 ഓർബിറ്റലുകൾക്ക് ഡംബലിന്റെ ആകൃതിയും d-യിൽ 5 ഓർബിറ്റലുകളുടെയും f സബ്സെല്ലിലെ 4 ഓർബിറ്റലുകളുടെയും ആകൃതി കൂടുതൽ സങ്കീർണമാണ്. ഓരോ ഷെല്ലിലുള്ള ആകെ ഓർബിറ്റലുകളുടെ എണ്ണം n² ആയിരിക്കും. ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2n²ഉം. ഓരോ ഷെല്ലിലുമുള്ള ആകെ ഓർബിറ്റലുകളുടെ എണ്ണം n²ഉം ഇലക്ട്രോണുകളുടെ എണ്ണം 2n²ഉം. k ഷെല്ലിലെ ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം ആകെ ഇലക്ട്രോണുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ k ഷെല്ലിലെ ആകെ ഓർബിറ്റലുകളുടെ എണ്ണം, അതായത് 2/1 1 2. ഇതേ രീതിയിൽ l, m, n എന്നീ ഷെല്ലുകളിലെ ഓരോ ഓർബിറ്റലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടെത്താം. ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2n² ഡിവൈഡഡ് ബൈ n² = 2. ഓരോ ഷെല്ലിലെയും പരമാവധി ഓർബിറ്റലുകളുടെ എണ്ണം n². ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2n². ഓരോ ഓർബിറ്റലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2. ഓരോ സബ്ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം s-ൽ 2, p-ൽ 6, d-ൽ 10, f-ൽ 14. s-ൽ 2, p-ൽ 6, d-ൽ 10, f-ൽ 14. ഒരാറ്റത്തിലെ ഒരു ഷെല്ലിലേക്ക് ഇലക്ട്രോണുകൾ വന്നു ചേരുമ്പോൾ അവ വിവിധ സബ്ഷെല്ലുകളായിരിക്കും ക്രമീകരിക്കപ്പെടുന്നത്. ഊർജം കുറഞ്ഞ സബ്ഷെല്ലിൽ നിന്ന് ഊർജം കൂടിയ സബ്ഷെല്ലിലേക്ക് ഇലക്ട്രോണുകൾ ക്രമമായിട്ട് നിറയുന്നു. ഇപ്രകാരമുള്ള ക്രമീകരണത്തെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എന്ന് വിളിക്കുന്നു. പീരിയോഡിക് ടേബിളിലെ മൂലകങ്ങളെ ലോഹങ്ങൾ, അലോഹങ്ങൾ, ഉപലോഹങ്ങൾ എന്നിങ്ങനെ 3ആയി തിരിക്കാം. ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, ക്ലോറിൻ എന്നിവ പ്രധാനപ്പെട്ട ചില അലോഹങ്ങളാണ്. ഹൈഡ്രജൻ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു മൂലകമാണ് ഹൈഡ്രജൻ. സൂര്യനിലെയും മറ്റു നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ അന്തരീക്ഷവായുവിൽ വളരെ ചെറിയ അളവിൽ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്നു. 1766-ൽ ഹെൻറി കാവൻഡിഷ് എന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. കത്തുന്ന വായു എന്നാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത്. ജലം ഉണ്ടാക്കുന്നത് എന്നർത്ഥം വരുന്ന ഹൈഡ്രോജീനസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഹൈഡ്രജൻ എന്ന പേര് ലഭിച്ചത്. ഹൈഡ്രജന്റെ ഗുണങ്ങൾ: ഹൈഡ്രജന് നിറമോ മണമോ ഇല്ല, ജലത്തിൽ ലയിക്കുന്നില്ല, വായുവിനേക്കാൾ സാന്ദ്രത കുറവാണ്, ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രയായിട്ടാണ് കാണപ്പെടുന്നത്, ഹൈഡ്രജൻ പോപ്പ് ശബ്ദത്തോടെ കത്തുന്ന ഒരു വാതകമാണ്.
ഹൈഡ്രജന്റെ ഉപയോഗങ്ങൾ അമോണിയ, മെഥനോൾ എന്നിവയുടെ വ്യാവസായിക ഉൽപ്പാദനത്തിനായിട്ട് ഉപയോഗിക്കുന്നു, ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു. വനസ്പതി പോലുള്ള പൂരിത എണ്ണകൾ നിർമ്മിക്കുന്നതിന് ലോഹ ഓക്സൈഡിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കാൻ ഹൈഡ്രജൻ നിരോക്സികാരിയായിട്ട് ഉപയോഗിക്കുന്നു. ഒരു ഇന്ധനത്തിന്റെ യൂണിറ്റ് മാസ് പൂർണ്ണമായി ജ്വലിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന താപോർജ്ജമാണ് ആ ഇന്ധനത്തിന്റെ കലോറി മൂല്യം. ഒരു ഇന്ധനത്തിന്റെ യൂണിറ്റ് മാസ് പൂർണ്ണമായിട്ട് ജ്വലിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന താപോർജ്ജമാണ് ആ ഇന്ധനത്തിന്റെ കലോറിക മൂല്യം. ഇന്ധനങ്ങളും അവയുടെ കലോറിക മൂല്യവുമാണ് തന്നിരിക്കുന്നത്. കൂടി വരുന്ന ക്രമത്തിൽ കാർബൺ മോണോക്സൈഡ്, കാർബോഹൈഡ്രേറ്റുകൾ, മെഥനോൾ, എഥനോൾ, കൽക്കരി, പെട്രോൾ, മീഥേൻ, ഹൈഡ്രജൻ. ഏറ്റവും കലോറിക മൂല്യം കൂടിയത് ഹൈഡ്രജൻ ആണ്. കാർബൺ മോണോക്സൈഡ്, കാർബോഹൈഡ്രേറ്റുകൾ, മെഥനോൾ, എഥനോൾ, കൽക്കരി, പെട്രോൾ, മീഥേൻ, ഹൈഡ്രജൻ. ഹൈഡ്രജൻ ഒരു ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മേന്മകൾ: ഹൈഡ്രജൻ വായുവിൽ ജ്വലിക്കുന്നതിന്റെ ഫലമായിട്ട് ജലം മാത്രം ഉണ്ടാകുന്നതിനാൽ മലിനീകരണ സാധ്യത വളരെ കുറവാണ്. ഉയർന്ന കലോറിക മൂല്യമുണ്ട്. ഈ മേന്മകൾ ഉണ്ടായിട്ടും ഹൈഡ്രജൻ ഗാർഹിക ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നില്ല. കാരണം ഹൈഡ്രജൻ സ്ഫോടനത്തോടെ കത്തുന്ന വാതകമാണ്. സംഭരിച്ചു വയ്ക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും പ്രയാസമാണ്. കാർബൺ. നമുക്ക് ചുറ്റുമുള്ള മിക്കവാറും പദാർത്ഥങ്ങളിലും കാർബൺ അടങ്ങിയിട്ടുണ്ട്. അനുദിനം പുതിയ കാർബൺ സംയുക്തങ്ങൾ കണ്ടുപിടിക്കുകയോ നിർമ്മിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. പ്രകൃതിയിൽ സ്വതന്ത്രാവസ്ഥയിലും സംയുക്താവസ്ഥയിലും കാർബൺ കാണപ്പെടുന്നു. കരി, കൽക്കരി, വജ്രം എന്നിവ കാർബണിന്റെ വിവിധ രൂപാന്തരങ്ങളാണ്. വ്യത്യസ്ത ഭൗതിക ഗുണങ്ങളോട് കൂടിയ ഒരു മൂലകത്തിന്റെ തന്നെ വിവിധ രൂപങ്ങളെ രൂപാന്തരങ്ങൾ എന്നും ഈ പ്രതിഭാസത്തെ രൂപാന്തരത്വം എന്നും പറയുന്നു. കാർബണിന്റെ രൂപാന്തരങ്ങളെ ക്രിസ്റ്റലീയം, അമോർഫസ് എന്നിങ്ങനെ രണ്ടായിട്ട് തിരിക്കാം. കാർബണിന്റെ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങളാണ് വജ്രം, ഗ്രാഫൈറ്റ്, ഫുള്ളറീൻ, ഗ്രഫീൻ എന്നിവ. ക്രിസ്റ്റലീയ രൂപാന്തരങ്ങളാണ് വജ്രം, ഗ്രാഫൈറ്റ്, ഫുള്ളറീൻ, ഗ്രഫീൻ എന്നിവ. അമോർഫസ് രൂപാന്തരങ്ങളാണ് ചാർക്കോൾ, കോക്ക്, വിളക്കുകരി, കൽക്കരി എന്നിവ. കാർബണിന്റെ അമോർഫസ് രൂപാന്തരങ്ങളാണ് ചാർക്കോൾ, കോക്ക്, വിളക്കുകരി, കൽക്കരി എന്നിവ. ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾക്ക് നിശ്ചിത ജ്യാമിതീയ ആകൃതി ഉണ്ടായിരിക്കും. ഇവയുടെ ക്രിസ്റ്റൽ ഘടനയിൽ കണങ്ങളെ ക്രമത്തിൽ അടുക്കിയിരിക്കും. പ്രകൃതിയിൽ കാണപ്പെടുന്ന ഏറ്റവും കാഠിന്യം കൂടിയ പദാർത്ഥമാണ് വജ്രം. വജ്രത്തിൽ ഓരോ കാർബൺ ആറ്റവും അതിനു ചുറ്റുമുള്ള 4 കാർബൺ ആറ്റങ്ങളുമായിട്ട് സഹസംയോജക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഈ ബന്ധനമാണ് വജ്രത്തിന്റെ കാഠിന്യത്തിനു കാരണം. ഈ ക്രിസ്റ്റൽ ഘടനയിൽ സ്വതന്ത്ര ഇലക്ട്രോണുകൾ ഇല്ലാത്തതിനാൽ വജ്രം വൈദ്യുതിയെ കടത്തിവിടുന്നില്ല. വജ്രത്തിന്റെ സവിശേഷതകൾ: കാഠിന്യം വളരെ കൂടുതലാണ്, വൈദ്യുതിയെ കടത്തിവിടുന്നില്ല, ഉയർന്ന താപചാലകതയാണ്, ഉയർന്ന അപവർത്തനാങ്കമാണ്. വജ്രത്തിന്റെ സവിശേഷതകൾ: കാഠിന്യം വളരെ കൂടുതലാണ്, വൈദ്യുതിയെ കടത്തിവിടുന്നില്ല, ഉയർന്ന താപചാലകത, ഉയർന്ന അപവർത്തനാങ്കം. ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റിൽ ഓരോ കാർബണും ചുറ്റുമുള്ള 3 കാർബൺ ആറ്റങ്ങളുമായിട്ട് സഹസംയോജക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട്. ഗ്രാഫൈറ്റിൽ പാളികൾക്കിടയിൽ സഹസംയോജക ബന്ധനമില്ല. ദുർബലമായ ആകർഷണ ബലമാണുള്ളത്. അതിനാൽ പാളികൾക്ക് പരസ്പരം തെന്നിമാറാൻ കഴിയും. അതിനാൽ ഗ്രാഫൈറ്റ് സ്നേഹകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഗ്രഫീൻ. ദ്വിമാന ഷഡ്ഭുജ ആകൃതിയിലുള്ള കാർബൺ വലയങ്ങൾ ചേർന്ന പാളിയാണ് ഗ്രഫീൻ. ഗ്രാഫൈറ്റിന്റെ ഒരു പാളിക്ക് സമാനമാണ് ഗ്രഫീൻ. ഗ്രഫീന്റെ സവിശേഷതകൾ: സ്റ്റീലിന്റെ 200-1 ഭാരവും അലൂമിനിയത്തിന്റെ 5-1 ഭാരവുമാണ് ഗ്രഫീൻ ഉള്ളത്. സ്റ്റീലിന്റെ 200-1 ഭാരവും അലൂമിനിയത്തിന്റെ 5-1 ഭാരവും. ഉയർന്ന വൈദ്യുത ചാലകതയാണ് ഗ്രഫീൻ ഉള്ളത്. അതുപോലെ ഉയർന്ന താപചാലകതയും. ഉയർന്ന വൈദ്യുത താപചാലകതയാണ് ഗ്രഫീൻ ഉള്ളത്. നാനോ ടെക്നോളജി രംഗത്ത് വൻ വിപ്ലവം ഉണ്ടാക്കാൻ കഴിയുന്ന പദാർത്ഥമാണ് ഗ്രഫീൻ. ഫുള്ളറീൻ. കാർബണിന്റെ മറ്റൊരു രൂപാന്തരമാണ് ഫുള്ളറീൻ. പഞ്ചഭുജ ആകൃതിയിലും ഷഡ്ഭുജ ആകൃതിയിലും വലയങ്ങൾ ചേർന്ന പൊള്ളയായ ഗോളീയ രൂപമാണ് ഫുള്ളറീനുകൾക്കുള്ളത്. ഇവ ബക്കീബോൾസ് എന്നും വിളിക്കപ്പെടുന്നു. ബക്കീബോൾസ് എന്നറിയപ്പെടുന്നത് ഫുള്ളറീനാണ്. സിലിണ്ടർ ആകൃതിയുള്ള ഫുള്ളറീനുകളാണ് കാർബൺ നാനോ ട്യൂബുകളിൽ ഉപയോഗിക്കുന്നത്. ഇവയെ ബക്കി ട്യൂബ്സ് എന്നും വിളിക്കുന്നു.
വിവരവിനിമയ സാങ്കേതികവിദ്യയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ഇവയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിയതമായ ക്രിസ്റ്റൽ ഘടനയില്ലാത്ത ഖരപദാർത്ഥങ്ങളാണ് അമോർഫസ് രൂപാന്തരങ്ങൾ. ചാർക്കോൾ, കോക്ക്, വിളക്കുകരി, കൽക്കരി എന്നിവ കാർബണിന്റെ വ്യത്യസ്ത അമോർഫസ് രൂപാന്തരങ്ങളാണ്. കാൽസ്യം കാർബണേറ്റും നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിപ്പിക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് വാതകം ലഭിക്കുന്നു. ഈ വാതകം തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ കടത്തിവിട്ടാൽ ചുണ്ണാമ്പ് വെള്ളം പാൽനിറമായി മാറും. കാർബൺ ഡയോക്സൈഡിന്റെ ഉപയോഗങ്ങൾ അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്നു. സോഡ വാട്ടർ, സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്നിവ നിർമ്മിക്കാൻ, അലക്കുകാരം, അപ്പക്കാരം എന്നിവയുടെ നിർമ്മാണത്തിന്, യൂറിയ പോലുള്ള രാസവളങ്ങളുടെ നിർമ്മാണത്തിന്, കൃത്രിമ ശ്വാസോച്ഛ്വാസത്തിന് ഉപയോഗിക്കുന്ന കാർബോജനിൽ ഉപയോഗിക്കുന്നു. ഖരരൂപത്തിലുള്ള കാർബൺ ഡയോക്സൈഡ് ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നു. ഇത് സ്റ്റേജ് ഷോകളിലും മറ്റും പുക നിറഞ്ഞ പ്രതീതി ഉളവാക്കാൻ ഉപയോഗിക്കുന്നു. കാർബൺ മോണോക്സൈഡ്. ജ്വലനം നടക്കുമ്പോൾ കാർബണിന്റെ അളവ് വളരെയധികം കൂടുകയോ ഓക്സിജന്റെ അളവ് കുറയുകയോ ചെയ്താൽ നടക്കുന്ന പ്രവർത്തനത്തിന്റെ രാസസമവാക്യമാണ് 2C+O2 = 2CO. ഉണ്ടായ വാതകം കാർബൺ മോണോക്സൈഡ് ആണ്. ഇതൊരു വിഷവാതകമാണ്. കാർബൺ മോണോക്സൈഡ് രക്തത്തിലെ ഹീമോഗ്ലോബിനുമായി പ്രവർത്തിച്ച് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നു. ഇതുമൂലം രക്തത്തിന് ഓക്സിജനെ വഹിക്കുവാനുള്ള കഴിവ് കുറയുകയും മരണത്തിന് ഇടയാക്കുകയും ചെയ്യുന്നു. കാർബൺ മോണോക്സൈഡിന്റെ ഉപയോഗങ്ങൾ വാതക ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു. വ്യാവസായിക ഇന്ധനങ്ങളായ വാട്ടർ ഗ്യാസ്, പ്രൊഡ്യൂസർ ഗ്യാസ് എന്നിവ നിർമ്മിക്കുന്നതിന്, ലോഹനിർമ്മാണ പ്രക്രിയയിൽ നിരോക്സീകാരിയായിട്ട്. കാർബൺ മോണോക്സൈഡ് വാട്ടർ ഗ്യാസും പ്രൊഡ്യൂസർ ഗ്യാസും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. കാർബണേറ്റുകളും ബൈകാർബണേറ്റുകളും. കാർബൺ അടങ്ങിയ മറ്റ് സംയുക്തങ്ങളാണ് കാർബണേറ്റുകളും ബൈകാർബണേറ്റുകളും. അലക്കുകാരം, അപ്പക്കാരം, മാർബിൾ എന്നിവ കാർബോണിക് ആസിഡിന്റെ ലവണങ്ങളാണ്. കാർബണേറ്റുകളും ബൈകാർബണേറ്റുകളും. നൈട്രജൻ. അന്തരീക്ഷവായുവിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന വാതകമാണ് നൈട്രജൻ. ജീവനുള്ള വസ്തുക്കളിലെല്ലാം നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായ ഒരു മൂലകമാണ് നൈട്രജൻ. സസ്യങ്ങൾക്ക് അന്തരീക്ഷ നൈട്രജൻ നേരിട്ട് വലിച്ചെടുക്കാൻ സാധ്യമല്ല. എന്നാൽ അന്തരീക്ഷ നൈട്രജൻ സസ്യങ്ങൾക്ക് ലഭ്യമാകുന്നത് ഇടിമിന്നലിലൂടെയും നൈട്രജൻ സ്ഥിരീകരണത്തിലൂടെയുമാണ്. നൈട്രജന്റെ ഭൗതിക ഗുണങ്ങൾ. നിറമോ മണമോ ഇല്ലാത്ത വാതകമാണ്. ജലത്തിൽ വളരെ കുറച്ച് മാത്രമേ ലയിക്കുന്നുള്ളൂ. ദ്രവീകരിക്കാൻ പ്രയാസമാണ്. നിറമോ മണമോ ഇല്ലാത്ത വാതകമാണ് നൈട്രജൻ. ജലത്തിൽ വളരെ കുറച്ച് മാത്രമേ ലയിക്കുന്നുള്ളൂ. ദ്രവീകരിക്കാൻ പ്രയാസമാണ്. നൈട്രജന്റെ ഉപയോഗങ്ങൾ. അമോണിയയുടെ വ്യാവസായിക നിർമ്മാണത്തിന്, നൈട്രജൻ വളങ്ങളുടെ നിർമ്മാണത്തിന്. ദ്രവീകരിച്ച നൈട്രജൻ ശീതീകാരിയായിട്ട് ഉപയോഗിക്കുന്നു. വാഹനങ്ങളുടെ ടയറുകളിൽ നിറയ്ക്കുന്നതിന്. ആഹാര പാക്കറ്റുകളിൽ ഓക്സിജന്റെ സാന്നിധ്യം ഒഴിവാക്കുന്നതിന്. ഓക്സിജൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ. ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ വാതകമാണ്. പ്രാണവായു എന്നറിയപ്പെടുന്നു. അന്തരീക്ഷവായു, ജലം, ധാതുക്കൾ, ജീവജാലങ്ങൾ എന്നിവയെല്ലാം ഓക്സിജൻ സ്വതന്ത്രാവസ്ഥയിലോ സംയുക്താവസ്ഥയിലോ കാണപ്പെടുന്നു. ഓക്സിജന്റെ കണ്ടുപിടുത്തം. 1774 ജോസഫ് പ്രീസ്റ്റി എന്ന ശാസ്ത്രജ്ഞനാണ് ഓക്സിജൻ വാതകത്തെ കണ്ടുപിടിച്ചത്. എന്നാൽ ഓക്സിജൻ എന്ന പേര് നൽകിയത് ലാവോസിയ എന്ന ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ്. ആസിഡ് ഉണ്ടാക്കുന്നത് എന്നർത്ഥം വരുന്ന ഓക്സിജനിസ് ഗ്രീക്കു പദത്തിൽ നിന്നാണ് ഓക്സിജൻ എന്ന പേര് സ്വീകരിച്ചത്. ഓക്സിജന്റെ പ്രധാന രാസഗുണങ്ങൾ. ഓക്സിജൻ ലോഹങ്ങളുമായും അലോഹങ്ങളുമായി പ്രവർത്തിച്ച് അവയുടെ ഓക്സൈഡുകൾ ഉണ്ടാക്കുന്നു. കാർബൺ, ഹൈഡ്രജൻ മുതലായ അലോഹങ്ങളുമായി ഓക്സിജൻ പ്രവർത്തിക്കുമ്പോൾ യഥാക്രമം കാർബൺ ഡയോക്സൈഡും ജലവുമുണ്ടാകുന്നു. ഓക്സിജൻ ലോഹങ്ങളുമായും അലോഹങ്ങളുമായിട്ടും പ്രവർത്തിച്ച് ഓക്സൈഡുകളും, കാർബൺ, ഹൈഡ്രജൻ മുതലായ അലോഹങ്ങളുമായിട്ട് ഓക്സിജൻ പ്രവർത്തിച്ച് യഥാക്രമം കാർബൺ ഡയോക്സൈഡും ജലവും ഉണ്ടാകുന്നു. ഓക്സിജന്റെ ഉപയോഗങ്ങൾ. ജ്വലനസഹായി, റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരി, കൃത്രിമ ശ്വസനത്തിന്, ഓക്സി അസറ്റിലീൻ, ജ്വാലാ വെൽഡിങ്ങിന് ഉപയോഗിക്കുന്നു. ഓസോൺ. O3. ഓക്സിജൻ ഒരു ദ്വയാറ്റോമിക തന്മാത്രയാണ്. എന്നാൽ 3 ഓക്സിജൻ ആറ്റങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്ന തന്മാത്രയാണ് ഓസോൺ. അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അന്തരീക്ഷ ഓക്സിജൻ ഊർജം കൂടിയ അൾട്രാവയലറ്റ് വികിരണങ്ങളെ ആഗിരണം ചെയ്ത് വിഘടിപ്പിക്കുന്നു.
ഇങ്ങനെ ഉണ്ടാകുന്ന ഓക്സിജൻ ആറ്റങ്ങൾ ഓക്സിജൻ തന്മാത്രകളുമായി സംയോജിച്ച് ഓസോൺ ഉണ്ടാകുന്നു. ഓസോൺ ഊർജ്ജം കുറഞ്ഞ അൾട്രാവയലറ്റ് വികിരണങ്ങളെ ആഗിരണം ചെയ്ത് വീണ്ടും ഓക്സിജനായി മാറുന്നു. ഈ ചാക്രിക പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് അന്തരീക്ഷത്തിലെ ഓസോണിന്റെ അളവ് സ്ഥിരമായിട്ട് നിലനിൽക്കുന്നു. ക്ലോറോ ഫ്ലൂറോ കാർബൺ. ക്ലോറിൻ, ഫ്ലൂറിൻ, കാർബൺ എന്നീ ആറ്റങ്ങളടങ്ങിയ ഒരു വിഭാഗം സംയുക്തങ്ങളാണ് ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ അഥവാ CFC. ഇവ മർദ്ദം ഉപയോഗിച്ച് എളുപ്പത്തിൽ ദ്രവീകരിക്കാൻ കഴിയും. ദ്രവീകരിച്ച ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ ബാഷ്പീകരിക്കുമ്പോൾ നല്ല തണുപ്പ് ഉണ്ടാക്കുന്നു. റെഫ്രിജറേറ്ററുകൾ, AC മുതലായവയിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ചാക്രിക പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് അന്തരീക്ഷത്തിലെ ഓസോണിന്റെ അളവ് സ്ഥിരമായിട്ട് നിലനിൽക്കുമ്പോൾ ഈ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഊർജ്ജത്തിനായി സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് കിരണങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനാൽ മാരകമായ ഇത്തരം വികിരണങ്ങൾ അമിതമായിട്ട് ഭൂമിയിൽ എത്തുന്നില്ല. ഓസോൺ ഒരു ഗ്രീൻ ഹൗസ് വാതകമാണ്. ക്ലോറോ ഫ്ലൂറോ കാർബൺ ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്നു. അന്തരീക്ഷത്തിൽ കലരുന്ന ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ സ്ട്രാറ്റോസ്ഫിയറിലെത്തി സ്വയം വിഘടിക്കുമ്പോൾ ക്ലോറിൻ, ഓസോൺ തന്മാത്രകൾ വിഘടിപ്പിച്ച് ഓക്സിജനാക്കി മാറ്റുന്നു. ലോഹങ്ങളെ പൊതുവെ അടിച്ചുപരത്തി തകിടുകളാക്കാൻ കഴിയും. ലോഹങ്ങളുടെ ഈ സവിശേഷതയാണ് മാലിയബിലിറ്റി. മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹമാണ് സ്വർണം. ലോഹങ്ങളുടെ മാലിയബിലിറ്റി പ്രയോജനപ്പെടുത്തുന്നത് കെട്ടിടത്തിന്റെ മേൽക്കൂര നിർമ്മിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ലോഹ ഷീറ്റുകളിൽ. ഡക്റ്റിലിറ്റി. ലോഹങ്ങളെ വലിച്ചു നീട്ടി നേർത്ത കമ്പികളാക്കി മാറ്റാം. ലോഹങ്ങളുടെ ഈ സവിശേഷതയാണ് ഡക്റ്റിലിറ്റി. സ്വർണം, ചെമ്പ് മുതലായ ലോഹങ്ങളെ വളരെ നേർത്ത കമ്പികളാക്കി മാറ്റാൻ കഴിയും. ഡക്റ്റിലിറ്റി വളരെ കൂടിയ ലോഹങ്ങളാണ് സ്വർണവും പ്ലാറ്റിനവും. ഡക്റ്റിലിറ്റി പ്രയോജനപ്പെടുത്തുന്നത് വൈദ്യുത കമ്പികൾ നിർമ്മിക്കാനാണ്. എല്ലാ ലോഹങ്ങളും ഒരുപോലെയല്ല വൈദ്യുതി കടത്തിവിടുന്നത്. ഒരു പദാർത്ഥത്തിന് അതിലൂടെ വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവാണ് വൈദ്യുത ചാലകത. ലോഹങ്ങളിൽ ഏറ്റവും മികച്ച വൈദ്യുത ചാലകം വെള്ളിയാണ്. വെള്ളി, ചെമ്പ്, സ്വർണം, അലൂമിനിയം ഇവയുടെ വൈദ്യുത ചാലകത ഏറ്റവും കൂടുതൽ വെള്ളിക്ക്, ദെൻ ചെമ്പ്, പിന്നെ സ്വർണം, അലൂമിനിയം. താപചാലകത. താപം കടത്തിവിടുവാനുള്ള കഴിവാണ് താപചാലകത. ഇത് ലോഹങ്ങളുടെ ഒരു സവിശേഷതയാണ്. ലോഹങ്ങളിൽ ഏറ്റവും മികച്ച താപചാലകം വെള്ളിയാണ്. താരതമ്യേന താപചാലകത കൂടിയവയാണ് അലൂമിനിയം, ചെമ്പ് എന്നിവ. പാചകപാത്രങ്ങളുടെ നിർമ്മാണത്തിന് അലൂമിനിയം വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അലോഹമായ കാർബണിന്റെ രണ്ട് പ്രധാന രൂപാന്തരങ്ങളാണ് വജ്രവും ഗ്രാഫൈറ്റും. വജ്രത്തിന്റെയും ഗ്രാഫൈറ്റിന്റെയും വിവിധ ഇനം ഉപയോഗങ്ങൾ കാരണം അവയുടെ സവിശേഷതകളാണ്. താപചാലകത കൂടിയ പദാർത്ഥങ്ങളിൽ ഒന്നാണ് വജ്രം. ഗ്രാഫൈറ്റിന് ഉയർന്ന വൈദ്യുത ചാലകതയുമുണ്ട്. അതിനാൽ ഇലക്ട്രോഡായി ഗ്രാഫൈറ്റ് ഉപയോഗിക്കുന്നു. ഗ്ലാസ് മുറിക്കാൻ വജ്രം ഉപയോഗിക്കുന്നതിന് കാരണം അതിന്റെ ഉയർന്ന കാഠിന്യമാണ്. വജ്രത്തിലും ഗ്രാഫൈറ്റിലും കാർബൺ ആറ്റങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നതിലുള്ള വ്യത്യാസമാണ് അവയുടെ തികച്ചും വ്യത്യസ്തങ്ങളായ സവിശേഷതയ്ക്ക് കാരണം. ഉപരിതലത്തിൽ കട്ടിയുള്ള വസ്തുക്കൾ കൊണ്ട് തട്ടുമ്പോൾ പ്രത്യേകതര ശബ്ദം പുറപ്പെടുവിപ്പിക്കാൻ ലോഹങ്ങൾക്ക് കഴിയുന്നു. ഈ കഴിവിനെ സൊണോരിറ്റി എന്ന് വിളിക്കുന്നു. ലോഹത്തിന്റെ പ്രതലത്തിലെ തിളക്കമാണ് ലോഹദ്യുതി. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്നിവ മൃദുലോഹങ്ങളാണ്. എന്നാൽ മറ്റു ലോഹങ്ങൾ കാഠിന്യമുള്ളതാണ്. ലോഹങ്ങൾ പൊതുവെ കാഠിന്യമുള്ളതാണ്. അവ പൊതുവെ ഖരാവസ്ഥയിൽ കാണപ്പെടുന്നു. ലോഹങ്ങൾക്ക് പൊതുവെ ഉയർന്ന ദ്രവനിലയാണുള്ളത്. എന്നാൽ ഗാലിയം, സീസിയം എന്നിവ താഴ്ന്ന ദ്രവനിലയുള്ള ലോഹങ്ങളാണ്. നമ്മുടെ ഉള്ളം കൈയിൽ വെച്ചാൽ അവ ഉരുകുന്നതായി കാണാം. നല്ല ചൂടുള്ള ദിവസങ്ങളിൽ അവ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്നു. ലോഹങ്ങൾക്ക് പൊതുവെ ഉയർന്ന തിളനിലയാണുള്ളത്. ലോഹങ്ങൾക്ക് ഉയർന്ന സാന്ദ്രതയുമാണ് ഉള്ളത്. എന്നാൽ സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങളിൽ പെട്ടവയാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്നിവ. അലോഹങ്ങൾ. അലോഹങ്ങൾക്ക് പൊതുവെ കാഠിന്യം കുറവാണ്. സൊണോരിറ്റി പ്രകടിപ്പിക്കുന്നില്ല. സാധാരണയായിട്ട് താപചാലകങ്ങളല്ല. മഗ്നീഷ്യം ഓക്സൈഡ്. ജലത്തിൽ ലയിച്ചുണ്ടാകുന്ന മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഒരു ബേസ് ആണ്. സ്വർണം, വെള്ളി, പ്ലാറ്റിനം മുതലായവ ഒഴികെയുള്ള മിക്ക ലോഹങ്ങളും വായുവിലെ ഓക്സിജനുമായി പ്രവർത്തിച്ച് അവയുടെ ഓക്സൈഡ് ഉണ്ടാക്കുന്നു. മിക്ക ലോഹ ഓക്സൈഡുകളും
ജലത്തിന്റെ സാന്നിധ്യത്തിൽ ബേസിക് സ്വഭാവം പ്രകടിപ്പിക്കുന്നു. ചില ലോഹങ്ങൾ ഓക്സിജന് പുറമെ വായുവിലുള്ള ജലാംശം, കാർബൺ ഡയോക്സൈഡ് മുതലായ മറ്റ് ഘടകങ്ങളുമായും പ്രവർത്തിക്കുന്നു. ലോഹ ഓക്സൈഡുകൾ പൊതുവെ ബേസിക് സ്വഭാവമുള്ളവയാണ്. അലൂമിനിയത്തിന്റെ ഉപരിതലം തിളക്കം നഷ്ടപ്പെട്ട് മങ്ങിയിരിക്കുന്നതിനു കാരണം ലോഹങ്ങൾ അന്തരീക്ഷവായുവുമായി പ്രവർത്തിക്കുന്നതിനാലാണ്. ലോഹങ്ങൾ അന്തരീക്ഷവായുവിലെ വിവിധ ഘടകങ്ങളുമായി രാസപ്രവർത്തനത്തിലേർപ്പെട്ട് സംയുക്തങ്ങളായി മാറുന്നു. ഈ പ്രക്രിയയെ ലോഹനാശനം എന്ന് വിളിക്കുന്നു. ലോഹനാശനം കൊണ്ടുള്ള ദോഷങ്ങൾ: ലോഹനിർമ്മിതമായ വസ്തുക്കൾ ബലക്ഷയം മൂലം പൊട്ടിപ്പോകുന്നു, വൈദ്യുത സർക്യൂട്ടുകൾ പ്രവർത്തിക്കാതെയാകുന്നു, ധനനഷ്ടമുണ്ടാകുന്നു. ലോകമാകമാനം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇരുമ്പിന്റെ ഏകദേശം 20% ഓരോ വർഷവും തുരുമ്പിച്ചു ഉപയോഗശൂന്യമാകുന്നു. ലോഹങ്ങളെ മറ്റു ലോഹങ്ങളുമായോ അലോഹങ്ങളുമായോ കൂട്ടിച്ചേർത്ത് ലോഹസങ്കരങ്ങൾ ആക്കി മാറ്റുന്നു. ഇതിലൂടെ അപരിക്ഷീണീയമായ സവിശേഷതകളുള്ള പദാർത്ഥങ്ങൾ ലഭ്യമാകുന്നതിനോടൊപ്പം ലോഹനാശത്തെ തടയുവാനും കഴിയുന്നു. വളരെ ചെറിയ അളവിൽ കാർബൺ, ഫോസ്ഫറസ് തുടങ്ങിയ അലോഹങ്ങളും ലോഹസങ്കരങ്ങളിൽ ചേർക്കാറുണ്ട്. ഉദാഹരണമാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ, പിച്ചള, വെള്ളോട് അഥവാ വെങ്കലം എന്നിവ. ലോഹപ്രസിദ്ധമായ ആറന്മുള കണ്ണാടി പേര് സൂചിപ്പിക്കുന്നത് പോലെ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചതല്ല. കോപ്പർ, ടിന്ന് എന്നിവ അടങ്ങിയ പ്രത്യേക ലോഹക്കൂട്ടുപയോഗിച്ച് നിർമ്മിക്കുന്നതാണിത്. പരമ്പരാഗതമായി നിർമ്മിക്കുന്നവർക്ക് മാത്രം അറിയാവുന്ന രഹസ്യക്കൂട്ടാണിത്. ആറന്മുള കണ്ണാടിയുടെ സവിശേഷതയും ഇതുതന്നെ. യന്ത്രത്തിന്റെ സഹായമില്ലാതെ കൈകളുപയോഗിച്ച് നിർമ്മിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത. ലോഹങ്ങളെ ഗ്ലാസ് പോലെ മിനുസപ്പെടുത്തി എടുക്കുന്നതുകൊണ്ട് സാധാരണയായി കണ്ണാടി പോലെ ഇതിന് പ്രകാശത്തെ പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നു. മനുഷ്യ ശരീരത്തിലെ ശരിയായ പ്രവർത്തനത്തിന് ചില ലോഹങ്ങളുടെ സാന്നിധ്യം അത്യാവശ്യമാണ്. സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, ഇരുമ്പ്, കൊബാൾട്ട്, സിങ്ക് തുടങ്ങിയവ ഇവയിൽ ചിലതാണ്. സ്വതന്ത്ര ലോഹങ്ങളായല്ല ഇവ ശരീരത്തിൽ കാണപ്പെടുന്നത്. ശ്വാസകോശങ്ങളിൽ നിന്ന് ശരീരകോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിച്ചു കൊടുക്കുകയും കാർബൺ ഡയോക്സൈഡ് തിരികെ കൊണ്ടുപോവുകയും ചെയ്യുന്ന ഹീമോഗ്ലോബിൻ തന്മാത്രയിൽ ഇരുമ്പിന്റെ സാന്നിധ്യമുണ്ട്. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹമാണ് കാൽസ്യം. എല്ലുകളുടെയും പല്ലുകളുടെയും ബലം നൽകുന്നതിനും പുറമെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുവാനും കാൽസ്യം സഹായിക്കുന്നു. ശരീരത്തിന് സ്വയം നിർമ്മിക്കാനാവാത്തതിനാൽ ഈ ലോഹങ്ങളെല്ലാം ഭക്ഷണത്തിലൂടെ വേണ്ട അളവിൽ ലഭ്യമാകുന്നു. പ്രകൃതിജന്യമായവയ്ക്കൊപ്പം മനുഷ്യനിർമ്മിത പദാർത്ഥങ്ങളും ഉൾപ്പെടുന്നതാണ് നമ്മൾ ഉപയോഗിക്കുന്ന വൈവിധ്യമാർന്ന ഉപകരണങ്ങൾ. വിവിധ പദാർത്ഥങ്ങളെ മനുഷ്യന് പ്രയോജനകരമായ ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ സഹായിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് പദാർത്ഥ രസതന്ത്രം അഥവാ മെറ്റീരിയൽ കെമിസ്ട്രി. ചേർക്കുന്ന രാസവസ്തു, ലഭിക്കുന്ന ഗ്ലാസിന്റെ നിറം: കാഡ്മിയം സൾഫൈഡ് മഞ്ഞ, ഗോൾഡ് ക്ലോറൈഡ് റൂബി റെഡ്, ക്രോമിയം ഓക്സൈഡ് പച്ച, കൊബാൾട്ട് ഓക്സൈഡ് നീല. കാഡ്മിയം സൾഫൈഡ് മഞ്ഞ, ഗോൾഡ് ക്ലോറൈഡ് റൂബി റെഡ്, ക്രോമിയം ഓക്സൈഡ് പച്ച, കൊബാൾട്ട് ഓക്സൈഡ് നീല. പ്രകൃതിദത്ത പോളിമറുകളാണ് സെല്ലുലോസ്, സ്റ്റാർച്ച്, സ്വാഭാവിക റബ്ബർ. മനുഷ്യനിർമ്മിത പോളിമറുകളാണ് പോളിത്തീൻ, നൈലോൺ, ബേക്കലൈറ്റ്, PVC, കൃത്രിമ റബ്ബറുകൾ. മനുഷ്യനിർമ്മിത പോളിമറുകളാണ് പോളിത്തീൻ, നൈലോൺ, ബേക്കലൈറ്റ്, PVC, കൃത്രിമ റബ്ബറുകൾ. പോളിമറുകളെ അവയുടെ ഭൗതിക സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ പ്ലാസ്റ്റിക്, റബ്ബർ, ഫൈബർ എന്നിങ്ങനെ തരംതിരിക്കാം. പ്ലാസ്റ്റിക്കുകളെ തന്നെ അവയുടെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ തെർമോപ്ലാസ്റ്റിക്കുകൾ, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകൾ എന്നിങ്ങനെ രണ്ടായി തിരിക്കാം. തെർമോപ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും വീണ്ടും ചൂടാക്കി ഉരുക്കി പുതിയ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. എന്നാൽ തെർമോസൈറ്റിംഗ് പ്ലാസ്റ്റിക്കുകൾ അഥവാ തെർമോസെറ്റുകൾ വീണ്ടും ചൂടാക്കി ഉരുക്കി പുതിയ രൂപത്തിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കില്ല. ഉദാഹരണത്തിന് നാം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കവറുകൾ തെർമോപ്ലാസ്റ്റിക്കുകളാണ് അഥവാ പോളിത്തീൻ. എന്നാൽ പ്രഷർ കുക്കറിന്റെ കൈപ്പിടി പോലുള്ളവ നിർമ്മിച്ചിരിക്കുന്നത് തെർമോസെറ്റുകൾ കൊണ്ടാണ്. റബ്ബറുകൾ. പോളിമറുകളെ അവയുടെ ഭൗതിക സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ ഫൈബർ, പ്ലാസ്റ്റിക്, റബ്ബർ എന്നിങ്ങനെ തരംതിരിക്കാം. ഇലാസ്തിക സ്വഭാവമുള്ള പ്രകൃതിദത്ത പോളിമറാണ് സ്വാഭാവിക റബ്ബർ. റബ്ബർ മരത്തിൽ നിന്നെടുക്കുന്ന റബ്ബർ പാലിൽ നിന്ന് വേർതിരിച്ചെടുക്കാവുന്നതാണ് പ്രകൃതിദത്ത റബ്ബർ. ആവശ്യകത വർദ്ധിച്ചപ്പോൾ പ്രകൃതിദത്ത റബ്ബർ വേണ്ടത്ര ലഭ്യമാവാതെ വന്നു.
ഇത് കൃത്രിമ റബ്ബറുകൾ നിർമ്മിക്കാൻ കാരണമായി. മാത്രമല്ല, കൃത്രിമ റബ്ബറുകൾക്ക് പ്രകൃതിദത്ത റബ്ബറിനെ അപേക്ഷിച്ച് തേയ്മാനം കുറവാണ്. അതുകൊണ്ട് ടയറുകളുടെ നിർമ്മാണത്തിന് കൃത്രിമ റബ്ബറാണ് ഉപയോഗിക്കുന്നത്. ഫൈബറുകൾ. ബലം ഉള്ളതും നീളമുള്ളതുമായ പോളിമറുകളാണ് നാരുകൾ അഥവാ ഫൈബറുകൾ. വസ്ത്രനിർമ്മാണത്തിന് പുറമെ ടയറുകൾ, കയറുകൾ, വിരികൾ, വലകൾ എന്നിവയൊക്കെ നിർമ്മിക്കാൻ ഇവ ഉപയോഗിക്കുന്നു. പ്രകൃതിദത്ത നാരുകളുടെ ലഭ്യതക്കുറവും ഗുണങ്ങളിൽ ഉള്ള പരിമിതിയും മറികടക്കാനാണ് കൃത്രിമ നാരുകൾ നിർമ്മിച്ചത്. നൈലോണാണ് മനുഷ്യൻ ആദ്യമായി നിർമ്മിച്ച കൃത്രിമ നാര്. ഒരു പോളിമർ ഫൈബറായിട്ട് പരിഗണിക്കപ്പെടുന്നുണ്ടെങ്കിലും അതിന്റെ നീളം വ്യാസത്തേക്കാൾ 100 മടങ്ങെങ്കിലും കൂടുതലായിരിക്കും. ഭൂവൽക്കത്തിൽ ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ അവയുടെ സംയുക്താവസ്ഥയിലും ക്രിയാശീലം കുറഞ്ഞ, അതായത് പ്ലാറ്റിനം, സ്വർണം മുതലായവ സ്വതന്ത്രാവസ്ഥയിലും കാണപ്പെടുന്നു. ക്രിയാശീല കൂടിയവ സംയുക്താവസ്ഥയിലും ക്രിയാശീല കുറഞ്ഞവ സ്വതന്ത്രാവസ്ഥയിലും കാണപ്പെടുന്നു. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങളെ പൊതുവെ ധാതുക്കൾ എന്ന് വിളിക്കാം. ഒരേ ലോഹം അടങ്ങിയ അനേകം ധാതുക്കൾ ഉണ്ടാവാം. ഉദാഹരണത്തിന് അലൂമിനിയത്തിന്റെ ചില ധാതുക്കളാണ് ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, കളിമണ്ണ് എന്നിവ. പക്ഷേ എല്ലാ ധാതുക്കളെയും ലോഹങ്ങളുടെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കാനാവില്ല. ലോഹം വേർതിരിച്ചെടുക്കുമ്പോൾ ഉപയോഗിക്കുന്ന ധാതുക്കൾക്ക് എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം? അവ സുലഭമായിരിക്കണം, എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാവുന്നതാവണം, ലോഹത്തിന്റെ അംശം കൂടിയവയുമാവണം. ഒരു ധാതുവിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നുവെങ്കിൽ അതിനെ ആ ലോഹത്തിന്റെ അയിര് എന്ന് വിളിക്കാം. അലൂമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. അയേണിന്റെ അയിരുകളാണ് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. കോപ്പറിന്റെ അയിരുകളാണ് കോപ്പർ പൈറൈറ്റ്സ്, കുപ്രൈറ്റ്. സിങ്കിന്റെ അയിരുകളാണ് സിങ്ക് ബ്ലെൻഡ്, കലാമിൻ. ഒരു അയിരിൽ നിന്ന് ശുദ്ധലോഹം വേർതിരിച്ചെടുക്കുന്നതുവരെയുള്ള മുഴുവൻ പ്രക്രിയകളും ചേർന്നതാണ് ലോഹ നിഷ്കർഷണം അഥവാ മെറ്റലർജി. ഇതിന് പ്രധാനമായും 3 ഘട്ടങ്ങളാണുള്ളത്. അയിരുകളുടെ സാന്ദ്രണ ഘട്ടം, സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കൽ, ലോഹശുദ്ധീകരണം. അയിരുകളുടെ സാന്ദ്രണം. ഭൂവൽക്കത്തിൽ നിന്ന് ലഭിക്കുന്ന അയിരിലടങ്ങിയ അപദ്രവ്യങ്ങളെ അഥവാ ഗാങ് നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് അയിരിന്റെ സാന്ദ്രണം. അയിരിന്റെയും അപദ്രവ്യത്തിന്റെയും സ്വഭാവമനുസരിച്ച് വിവിധ സാന്ദ്രണ രീതികളുണ്ട്. അതിലാദ്യത്തേതാണ് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. അപദ്രവ്യം സാന്ദ്രത കുറഞ്ഞതും അയിര് സാന്ദ്രത കൂടിയതുമാകുമ്പോൾ ഭാരം കുറഞ്ഞ അപദ്രവ്യങ്ങളെ ജലപ്രവാഹത്തിൽ കഴുകി മാറ്റുന്നു. ഉദാഹരണം: ഓക്സൈഡ് അയിരുകളുടെ സാന്ദ്രണം, സ്വർണത്തിന്റെ അയിരുകളുടെ സാന്ദ്രണം. അപദ്രവ്യം സാന്ദ്രത കുറഞ്ഞതായിരിക്കണം. പ്ലവന പ്രക്രിയ. അപദ്രവ്യം സാന്ദ്രത കൂടിയതും അയിര് സാന്ദ്രത കുറഞ്ഞതുമാകുമ്പോഴാണ് ഇതുപയോഗിക്കുന്നത്. പ്രധാനമായും സൾഫൈഡ് അയിരുകളിലാണ് ഈ മാർഗം ഉപയോഗിച്ച് സാന്ദ്രണം ചെയ്യുന്നത്. കാന്തിക വിഭജനം. അയിരിനോ അപദ്രവ്യത്തിനോ ഏതെങ്കിലും ഒന്നിന് കാന്തിക സ്വഭാവമുണ്ടെങ്കിൽ സാന്ദ്രണം ചെയ്യാൻ ഈ മാർഗം ഉപയോഗിക്കുന്നു. മാഗ്നറ്റൈറ്റ് എന്ന ഇരുമ്പിന്റെ അയിരിനെ സാന്ദ്രണം ചെയ്യുന്നതിനും കാന്തികമല്ലാത്ത ടിന്നിന്റെ അയിരായ ടിൻസ്റ്റോണിൽ നിന്ന് കാന്തിക അപദ്രവ്യമായ അയേൺ ടങ്സ്റ്റേറ്റിനെ നീക്കം ചെയ്യുന്നതിനും ഈ പ്രക്രിയ ഉപയോഗിക്കുന്നു. ലീച്ചിങ്. അനുയോജ്യമായ ലായനിയിൽ അയിര് ചേർക്കുമ്പോൾ അത് രാസപ്രവർത്തനത്തിലേർപ്പെട്ട് ലയിക്കുന്നു. ലയിക്കാത്ത അപദ്രവ്യങ്ങളെ അരിച്ചുമാറ്റുന്നു. അരിച്ചു കിട്ടിയ ലായനിയിൽ നിന്ന് രാസപ്രക്രിയയിലൂടെ ശുദ്ധമായ അയിര് വേർതിരിക്കുന്നു. അലൂമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റ് ഈ രീതിയിലാണ് സാന്ദ്രണം ചെയ്യുന്നത്. സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കൽ. ഇതിന് സാധാരണയായിട്ട് 2 ഘട്ടങ്ങളുണ്ട്. സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡ് ആക്കൽ, ഓക്സൈഡ് ആക്കിയ അയിരിന്റെ നിരോക്സീകരണം. സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡ് ആക്കൽ. കാൽസിനേഷൻ. വായുവിന്റെ അസാന്നിധ്യത്തിൽ അയിരിനെ അതിന്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് കാൽസിനേഷൻ. ലോഹ കാർബണേറ്റുകളും ഹൈഡ്രോക്സൈഡുകളും വിഘടിച്ച് ഓക്സൈഡായി മാറുന്നു. റോസ്റ്റിംഗ്. വായുവിന്റെ സാന്നിധ്യത്തിൽ അയിരിനെ അതിന്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് റോസ്റ്റിംഗ്. സാന്ദ്രീകരിച്ച അയിരുകളുടെ റോസ്റ്റിങ്ങിന് വിധേയമാക്കുമ്പോൾ അവയിൽ ജലാംശം ബാഷ്പമായി പുറത്തുപോകുന്നു. സൾഫൈഡ് അയിരുകൾ ഓക്സിജനുമായി ചേർന്ന് ഓക്സൈഡുകളായി മാറുന്നു. ഓക്സൈഡ് ആക്കിയ അയിരിന്റെ നിരോക്സീകരണം.
ഓക്സൈഡ് ആക്കിയ അയിരിൽ നിന്ന് ലോഹം നിർമ്മിക്കുന്ന പ്രവർത്തനം നിരോക്സീകരണമാണ്. അനുയോജ്യമായ നിരോക്സികാരികൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നു. ലോഹങ്ങളുടെ ക്രിയാശീലത്തിന്റെ അടിസ്ഥാനത്തിൽ ലോഹനിർമ്മാണ വേളയിൽ വൈദ്യുതി, കാർബൺ മോണോക്സൈഡ് എന്നിവ നിരോക്സികാരിയായിട്ട് ഉപയോഗിക്കുന്നു. ക്രിയാശീലം കൂടിയ സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം പോലുള്ള ലോഹങ്ങളെ അവയുടെ അയിരുകളിൽ നിന്ന് വേർതിരിക്കാൻ നിരോക്സികാരിയായിട്ട് വൈദ്യുതി ഉപയോഗിക്കുന്നു. ലോഹശുദ്ധീകരണം. നിരോക്സീകരണം വഴി ലഭിക്കുന്ന ലോഹത്തിൽ നിന്നും മറ്റു ലോഹങ്ങളും ലോഹ ഓക്സൈഡുകളും ചെറിയ തോതിൽ ചില അലോഹങ്ങളും അപദ്രവ്യങ്ങളായി കാണാറുണ്ട്. ഈ അപദ്രവ്യങ്ങളെ നീക്കം ചെയ്ത് ശുദ്ധമായ ലോഹം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ലോഹശുദ്ധീകരണം. ശുദ്ധീകരിക്കേണ്ട ലോഹങ്ങളുടെയും അവയിൽ അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങളുടെയും സ്വഭാവം അടിസ്ഥാനമാക്കി ലോഹശുദ്ധീകരണത്തിന് വിവിധ മാർഗങ്ങളുണ്ട്. ഉരുക്കി വേർതിരിക്കൽ. കുറഞ്ഞ ദ്രവണാങ്കമുള്ള ടിന്ന്, ലെഡ് എന്നീ ലോഹങ്ങളിൽ അപദ്രവ്യമായി ഉയർന്ന ദ്രവണാങ്കമുള്ള മറ്റ് ലോഹങ്ങൾ, ലോഹ ഓക്സൈഡുകൾ തുടങ്ങിയവ ഉണ്ടായിരിക്കും. ഇത്തരം ലോഹങ്ങൾ ഫർണസിന്റെ ചെരിഞ്ഞ പ്രതലത്തിൽ വെച്ച് ചൂടാകുമ്പോൾ ശുദ്ധലോഹം അപദ്രവ്യങ്ങളിൽ നിന്ന് വേർതിരിഞ്ഞ് ഒഴുകി താഴേക്ക് വരുന്നു. ഈ പ്രക്രിയയാണ് ഉരുക്കി വേർതിരിക്കൽ. ശ്വേതനം. താരതമ്യേന കുറഞ്ഞ തിളനിലയുള്ള ലോഹങ്ങളായ സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്നിവ ശുദ്ധീകരിക്കുന്നതിന് ഈ രീതിയാണ് ഉപയോഗിക്കുന്നത്. വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം. ഒരു ചെറിയ കഷണം ശുദ്ധലോഹം നെഗറ്റീവ് ഇലക്ട്രോഡായും ശുദ്ധീകരിക്കേണ്ട അപദ്രവ്യമടങ്ങിയ ലോഹം പോസിറ്റീവ് ഇലക്ട്രോഡായും ആ ലോഹത്തിന്റെ ലവണലായനി ഇലക്ട്രോലൈറ്റായും എടുത്ത് വൈദ്യുത വിശ്ലേഷണത്തിലൂടെ ലോഹം ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം. കോപ്പറിനെ ശുദ്ധീകരിക്കുന്നത് ഈ മാർഗത്തിലൂടെയാണ്. ഗാങ്ങിന് ആസിഡ് സ്വഭാവമാണെങ്കിൽ ബേസിക് സ്വഭാവമുള്ള ഫ്ലക്സ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഗാങ്ങിന് ബേസിക് സ്വഭാവമാണെങ്കിൽ അസിഡിക് സ്വഭാവമുള്ള ഫ്ലക്സ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. അലോയ്ഡ് സ്റ്റീലുകൾ. ഘടകങ്ങൾ, പ്രത്യേകത, ഉപയോഗം. സ്റ്റെയിൻലെസ് സ്റ്റീല് അയൺ, ക്രോമിയം, നിക്കൽ, കാർബൺ. ഉറപ്പുള്ളതാണ്. പാത്രങ്ങൾ, വാഹനങ്ങളുടെ ഭാഗങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. അൽനിക്കോ. അയൺ, നിക്കൽ, അലൂമിനിയം, കോപ്പർ എന്നിവയാണ് ഘടകങ്ങൾ. പ്രത്യേകത, കാന്തിക സ്വഭാവം. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. നിക്രോം. അയൺ, നിക്കൽ, ക്രോമിയം, കാർബൺ. ഉയർന്ന പ്രതിരോധം. ഹീറ്റിംഗ് കോയിലുകൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നു. ആദ്യ കാലയളവിൽ അലൂമിനിയം വേർതിരിച്ചെടുക്കുന്നതിന് ചെലവ് വളരെ കൂടുതലായിരുന്നു. ഇതിന് സ്വർണത്തേക്കാൾ വിലയായിരുന്നു. ഈ ലോഹത്തെ ആൾ ഹെറാൾഡ് പ്രക്രിയയിലൂടെ സാധാരണക്കാരന്റെ ലോഹമാക്കി മാറ്റി. അപ്പം ഇത്രയുമാണ് നമ്മുടെ കെമിസ്ട്രി പാർട്ടിൽ നിന്ന് വരുന്ന SCERT ഫാക്റ്റുകൾ. അപ്പോൾ PSCക്ക് ആവശ്യമുള്ള തരത്തിൽ വളരെ ഫാക്ച്വലായിട്ടാണ് ഈ ക്ലാസ് മുന്നോട്ട് പോയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ആൻഡ് ഓൾസോ ബയോളജി, ഫിസിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, കേരള ഗവേണൻസിൻ്റെ എല്ലാം കംപ്ലീറ്റ് SCERT പാർട്ട് സിംഗിൾ മാരത്തോൺ വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അതെല്ലാം കാണുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.